ഹലോ, നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചൊരു കറിയാണ്. ചക്കക്കുരുവും പടവലങ്ങയാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. അതിനായിട്ട് നമുക്ക് ചക്കക്കുരു ഒരുക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്തത് വേവിച്ചെടുക്കാം നല്ലോണം. ചക്കക്കുരു വേവിക്കാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് പടവലങ്ങ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. ഇനി ഒരു കപ്പ് തേങ്ങയും കുറച്ച് വേപ്പിലയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒരു 4 പച്ചമുളകും കൂടി എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിനകത്ത് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒതുക്കിയെടുത്ത തേങ്ങയൊക്കെ കൂടിയുള്ള ഇത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന പടവലങ്ങ ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചൊരു 8 തൊട്ട് 10 മിനിറ്റ് വരെ വെച്ച് വേവിച്ചെടുക്കാൻ നമുക്ക്. പടവലൊക്കെ നന്നായി വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ, എല്ലാവർക്കും ചക്കക്കുരു ഒക്കെ അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.